രാജ്യത്തിന് മതമില്ല, ഭരണകൂടത്തിന് മതമില്ല, ഭരണകൂടത്തിന് മതപരമായിട്ടുള്ള ചായ്വും പാടില്ല. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വർഷങ്ങളെടുത്ത് ചർച്ച ചെയ്ത് ഒരു മതനിരപേക്ഷ രാജ്യമായി നമ്മുടെ രാജ്യത്തെ അംഗീകരിച്ചത് ഏതു മതത്തിലുള്ളവർക്ക് വിശ്വസിക്കാനും ആ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനും അധികാരമുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി തന്നെ വന്ന് ഒരു വിശ്വാസത്തിന് നേതൃത്വം കൊടുത്ത് മുഖ്യ കർമ്മിയായി മാറുന്നു. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ ഒരു ഒറ്റ മതം എന്ന രൂപത്തിലേക്ക് ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ ഒരൊറ്റ ക്ഷേത്രം, രാമക്ഷേത്രത്തെ ഒരു ദേശീയ ബിംബമായി ഉയർത്തി കാണിക്കുന്നു. അതിന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാം നേതൃത്വം കൊടുക്കുമ്പോൾ ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ എന്നേക്കുമായി തകർക്കപ്പെടുന്നു. അതിലാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. ഇപ്പൊ തുർക്കിയിലേക്കെല്ലാം പോയി സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന രൂപത്തിൽ ഇതിനെ മൈലൂട്ടാക്കി കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുടെ പ്രതിനിധിയാണെങ്കിൽ ആദ്യം തന്നെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ, ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഒന്ന് വായിച്ചു നോക്കണം. ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും നോക്കിയിട്ട് പല തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി ക്ഷേത്രം പണിയെന്ന് പറഞ്ഞത്. ഞാൻ ഈ വിഷയത്തിൽ ഒറ്റ മിനിറ്റ് 1949 ബാലനായ രാമന്റെ വിഗ്രഹം കണ്ടെത്തി. പ്രസംഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് നിങ്ങളാണ് എതിർത്തത്. അംബേദ്കർ എതിർത്തത്. തിരഞ്ഞെടുപ്പിൽ അംബേദ്കർ നിരന്തരം അംബേദ്കറെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചത്. ഇടവേള അത്യാവശ്യമായിട്ട് എടുക്കാം.